യുദ്ധം ആർക്കാണ് നേട്ടം? യുദ്ധവും നേട്ടവും തമ്മിൽ ബന്ധമൊന്നുമില്ല. ആത്യന്തികമായി യുദ്ധങ്ങൾ നഷ്ടങ്ങൾ മാത്രമാണ് നൽകുന്നത്. എന്നാൽ ഈ ചോദ്യം, ഇറാൻ യുദ്ധം ആർക്കാണ് നേട്ടം നൽകിയത് എന്ന ചോദ്യം വലിയ പ്രാധാന്യമുള്ളതാണ്. ഒരുപക്ഷെ ഇതിന്റെ ഉത്തരവും അമ്പരപ്പും കൗതുകവും ഉണർത്തുന്നതാണ്. ഇറാൻ യുദ്ധം നേട്ടം നൽകിയത് ഇറാനാണ്. പ്രമുഖ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസിൽ ഷിക്കാഗോയിലെ രാഷ്ട്രീയ ശാസ്ത്രജ്ഞൻ റോബോട്ട് പെപ്പെ എഴുതിയ ലേഖനത്തിലാണ് ഈ നിരീക്ഷണം. ലോകത്തിലെ 4ാം ശക്തിയായി ഇറാൻ ഉയർന്നതായി ലേഖനത്തിൽ റോബോട്ട് പെപ്പെ സമർത്ഥിക്കുന്നു. ഇറാനുമായുള്ള അമേരിക്കയുടെ വെടിനിർത്തൽ നീട്ടി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രഖ്യാപനത്തിന് പിന്നാലെ രാജ്യമെമ്പാടും വലിയ ആഘോഷങ്ങളാണ് അരങ്ങേറിയത്. ഇറാൻ ജനത ടെഹ്റാനിലെ തെരുവുകളിൽ നിറഞ്ഞൊഴുകുന്നത് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാൻ സൈന്യം തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈലുകളുടെ ആയുധശേഖരം വിജയത്തിന്റെയും ശക്തിയുടെയും പ്രകടനമായി പ്രദർശിപ്പിച്ചു. ഇറാനിലെ ഭൂരിഭാഗം ജനങ്ങളും US വിരുദ്ധത പ്രകടിപ്പിക്കുന്നതായും റിപ്പോർട്ടുകൾ വന്നു. അതിനിടെയാണ് മാസങ്ങൾക്ക് മുൻപ് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു ചർച്ച ഉയർന്നു വന്നത്. US-ഉമായുള്ള യുദ്ധം ഇറാനെ ലോകത്തിലെ 4ാമത്തെ വൻ ശക്തിയുടെ പദവിയിലേക്ക് ഉയർത്തിയിരിക്കാമെന്നതാണ് ചർച്ചയും വിശകലനം. പരമ്പരാഗതമായി സാമ്പത്തികമായും സൈനികമായും ആധിപത്യം പുലർത്തുന്ന രാജ്യങ്ങൾ US, ചൈന, റഷ്യ എന്നിവയാണ്. ഈ രാജ്യങ്ങളെ ലോകശക്തികൾ എന്നാണ് വിളിക്കാറ്. ഇറാൻ ആ ക്ലബിൽ ചേരുകയാണ്. ഈ ആശയം ഏറെ കൗതുകകരമായി തോന്നിയേക്കാം. ന്യൂയോർക്ക് ടൈംസിന്റെ ലേഖനത്തിൽ റോബോട്ട് പെപ്പെ പറയുന്നത്, ഈ 3 രാഷ്ട്രങ്ങൾ, അതായത് US, റഷ്യ, ചൈന എന്നീ രാഷ്ട്രങ്ങളുമായി സാമ്പത്തികമായോ സൈനികമായോ മത്സരിക്കുന്നില്ലെങ്കിലും ആഗോള ശക്തിയുടെ 4ാമത്തെ കേന്ദ്രമായി ഇറാൻ വേഗത്തിൽ ഉയർന്നു വരുന്നു എന്നതാണ്. പുതിയൊരു തരം ഭൗമ രാഷ്ട്രീയമാണ് ഉയർന്നു വരുന്നത്. ഇറാൻ 4ാം ശക്തിയായി മാറുന്നത് 2 വ്യത്യസ്ത കാരണങ്ങളാലാണ്. ഒന്ന്, അമിതമായ US, ഇസ്രയേൽ സൈനിക സമ്മർദ്ദത്തെ നേരിടാനുള്ള അതിന്റെ അസാധാരണമായ പ്രതിരോധ ശേഷി. രണ്ടാമത്തേത്, ലോകത്തിലെ എണ്ണയുടെയും വാതകത്തിന്റെയും ഏകദേശം 5/1 ഒഴുകുന്ന നിർണായക ജലപാതയായ ഹോർമുസ് കടലിടുക്കിന് മുകളിലുള്ള അതിന്റെ പിടി. ഹോർമുസിലെ സ്വാധീനം ഉപരോധങ്ങൾക്കോ വ്യോമാക്രമണങ്ങൾക്കോ എളുപ്പത്തിൽ നിർവീര്യമാക്കാൻ കഴിയാത്ത ഒരു തരം അനുകൂല ഘടകം ടെഹ്റാന് നൽകുന്നു എന്നാണ് റോബോട്ട് പെപ്പെ ലേഖനത്തിൽ പറയുന്നത്. ശത്രുവിന്റെ സൈനിക ശക്തിയെ ചെറുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു രാജ്യത്തിനും ലോകശക്തിയാകാൻ കഴിയില്ല. ഫെബ്രുവരി 28 മുതൽ ഇറാൻ ചെയ്തതും അതാണ്. നിരന്തരമായതും അതിശക്തവുമായ US സമ്മർദ്ദം ഉണ്ടായിരുന്നിട്ടും ഇറാൻ അതിനെയൊക്കെ അതിജീവിക്കാൻ സാധിച്ചു. യുദ്ധം ഗുരുതരമായ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചു. US, ഇസ്രയേൽ സംയുക്ത ആക്രമണങ്ങൾ ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനി ഉൾപ്പെടെയുള്ള ഉന്നത നേതൃത്വത്തെ തുടച്ചു നീക്കി. അതിന്റെ നാവികസേന വലിയ തോതിൽ നശിപ്പിക്കപ്പെട്ടു. വ്യോമ പ്രതിരോധം തകർന്നു. സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ, പാലങ്ങൾ, റെയിൽവേ എന്നിവയെല്ലാം തകർക്കപ്പെട്ടു. പക്ഷേ ഭരണകൂടം നിലനിൽക്കുന്നു. തകർന്ന റെയിൽവേകളും പാലങ്ങളും ദിവസങ്ങൾക്കുള്ളിൽ നന്നാക്കാനുള്ള ശ്രദ്ധേയമായ കഴിവ് ഇറാൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ടെഹ്റാൻ സൈന്യം തകർന്നുവെന്ന ട്രംപും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തും പ്രഖ്യാപിച്ചു. എന്നാൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് IRGC-യുടെ നാവിക വിഭാഗത്തിന്റെ ഭൂരിഭാഗവും ടെഹ്റാൻ വ്യോമസേനയുടെ മുന്നിൽ 2 ഭാഗവും അതേപടി തുടർന്നുവെന്നാണ്. US മറൈൻ കോർപ്സ് ലഫ്റ്റനന്റ് ജനറൽ ജെയിംസ് ആഡംസിനെ ഉദ്ധരിച്ച് CBS പറയുന്നത്, മേഖലയിലുടനീളം US-നെയും പങ്കാളി സേനയെയും ഭീഷണിപ്പെടുത്താൻ കഴിവുള്ള ആയിരക്കണക്കിന് മിസൈലുകളും വൺ-വേ അറ്റാക്ക് ഡ്രോണുകളും ഇറാൻ ഇപ്പോഴും നിലനിർത്തുന്നു എന്നാണ്. US-ന്റെ എതിരാളികൾക്ക് പതിറ്റാണ്ടുകളായി കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞ ഒന്നാണിതെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇറാനെ വേറിട്ടു നിർത്തുന്നതും